ഇന്നൊരു ഫണ്ണി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു ഫേക്ക് വാട്സാപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ട് എങ്ങനെ നിർമ്മിക്കുക എന്നാണ്. എന്താണ് ഫേക്ക് സ്ക്രീൻഷോട്ട്? അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശസ്ത വ്യക്തിയുമായോ സിനിമാ നടന്മാരുമായിട്ടോ സെലിബ്രിറ്റീസുമായിട്ടോ ഒക്കെ ചാറ്റ് നടത്തി എന്നും പറഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ച ആളാവാം. അപ്പോൾ അത്തരത്തിലൊരു ഫേക്ക് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് ഞാനതിൽ കാണിച്ചു തരാൻ പോകുന്നത്. ദിവസവും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയ ശേഷം അതിന് സമീപത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഫോണിൽ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുവാനായി വീഡിയോയുടെ പേരിന് നേരെയുള്ള ചെറിയ ആരോ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് വീഡിയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ കാണുന്ന ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുവാനായി വലതുഭാഗത്തേക്കുള്ള ഈ ആരോ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫേസ്ബുക്ക്, വാട്സാപ്പ് മുതലായ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ ഫേസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിലേക്കോ വാട്സാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലേക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഇതിനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്സ് ഫേക്ക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെ സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പച്ച റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ കാണിക്കും. ഇതിൽ നമുക്ക് ആരുമായിട്ടാണോ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര്, അതുപോലെ ഓൺലൈൻ സ്റ്റാറ്റസ്, പ്രൊഫൈൽ പിക്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി മോഹൻലാലുമായിട്ടുള്ളൊരു ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് ഏതൊരു സെലിബ്രിറ്റിയുടെ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. ആരുമായിട്ടുള്ള ചാറ്റ് വേണമെങ്കിൽ ഫേക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ പ്രൊഫൈൽ പിക്ചറൊക്കെ ആവശ്യമാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമായ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞ ശേഷം സേവ് പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മൾ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട വ്യക്തിയുടെ പേര് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് എങ്ങനെ ചാറ്റ് ചെയ്യാമെന്ന് നോക്കാം. വലതുഭാഗത്ത് മുകളിലായി കാണുന്ന 3 ഡോട്ടുകൾ പ്രസ് ചെയ്താൽ സെൻഡർ, റിസീവർ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ സെൻഡർ എന്നത് ക്ലിക്ക് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജുകളായും, റിസീവർ എന്നതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്താൽ മെസ്സേജ് ഇങ്ങോട്ട് വരുന്നതായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പരസ്പരം അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് 1-2 മെസ്സേജ് അങ്ങനെ അയച്ചു നോക്കാം. ഞാനിപ്പോൾ സെൻഡർ എന്നതിൽ ടൈപ്പ് ചെയ്ത ശേഷം ഒരു ഹായ് അയക്കുകയാണ്. ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുത്തു. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് അയച്ചതായിട്ട് വന്നിരിക്കുകയാണ്. അടുത്തതായി റിസീവ് എന്നതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്താൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജ് ഇങ്ങോട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേരും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്നത്. ഇതല്ല നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുമായോ സെലിബ്രിറ്റീസുമായോ മറ്റുമൊക്കെ ചാറ്റ് ചെയ്യുന്നത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് വെറും ഒരു ഫണ്ണി ആപ്ലിക്കേഷൻ മാത്രമാണ്. ഇത് ദുരുപയോഗപ്പെട്ടാൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. കാരണം ദുരുപയോഗപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പെൺകുട്ടികളുടെയൊക്കെ പേര് വെച്ചിട്ട് ഇതുപോലെ ഫേക്ക് ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് മറ്റും ദുരുപയോഗപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയായിരിക്കത്തില്ല. ഇത് ഞാൻ എന്തായാലും ഫണ്ണി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയ ശേഷം അതിന് സമീപത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഫോണിൽ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുവാനായി വീഡിയോയുടെ പേരിന് നേരെയുള്ള ചെറിയ ആരോ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് വീഡിയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ കാണുന്ന ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുവാനായി വലതുഭാഗത്തേക്കുള്ള ഈ ആരോ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫേസ്ബുക്ക്, വാട്സാപ്പ് മുതലായ
ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ ഫേസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിലേക്കോ വാട്സാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലേക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക.